പൂജയും മന്ത്രവാദവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഓക്കെ. പൂജ മന്ത്രവാദം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കവളമാർഗ പ്രകാരം ഉള്ള ഒരു ഒരു രീതിയാണത്. അതായത് മന്ത്രവാദം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ മറ്റൊരാളുടെ പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നു എന്ന് അയാളെ ബോധ്യപ്പെടുത്തി അയാളിൽ നിന്ന് ആ പ്രശ്നങ്ങൾ മാറ്റുന്ന രീതിയാണ്. അതിന് കുറച്ച് പ്രകടനപരമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ടി വരും, ഒരുപാട് ഒരുക്കങ്ങളൊക്കെ വേണ്ടി വരും. ചിലപ്പോൾ ആണെങ്കിൽ പിന്നെ ഈ ഗുരുതി പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ മൃഗബലിയൊക്കെ ഇപ്പം നിയമം നിരോധിച്ചിട്ടുണ്ട്, അതൊന്നുമില്ല. പക്ഷെ അതിന് പകരമായിട്ട് നമ്മൾ ഈ കുമ്പളങ്ങ പോലത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഗുരുതിയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഒരു ഗുരുതി നടത്തി എന്നുള്ള മറ്റുള്ള ബോധ്യപ്പെടുത്തി അയാളെ ദോഷങ്ങൾ മാറി എന്ന് അയാളെ വിശ്വസിപ്പിക്കുന്നതാണ്. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് അവരുടെ ഒരു സൈക്കോളജിക്കലി അവരെ ഓക്കെ ആക്കുന്നതാണ് മന്ത്രവാദം. പക്ഷെ പൂജ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. പൂജ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു വീട്ടിലെ ഒരു പോസിറ്റീവ് അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തിന് ചെയ്യുന്ന ഈ അർച്ചനയും മറ്റ് താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യങ്ങളാണ്. അതിന് തമ്മിൽ ഒരുക്കത്തിലും വ്യത്യാസം ഉണ്ടാവും, ചെയ്യുന്ന രീതിക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും. പൂജയ്ക്ക് എപ്പോഴും ഒരു 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 സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷമായിരിക്കും പൂജ. മറ്റേ മന്ത്രവാദം എന്ന് പറയുമ്പോഴേക്കും കുറച്ചുകൂടി രൗദ്രമായിട്ട് വരും, ചിലപ്പോൾ കുറച്ച് ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ പൂജയൊക്കെ ചെയ്ത് പിന്നെ ഈ ദോഷങ്ങളൊക്കെ മാറ്റുന്ന സമയത്താണെങ്കിൽ അവിടെ ഇങ്ങനെ ആളുകളുടെ ദേഹത്ത് പിന്നെ ബാധ കൂടി പിന്നെ തുള്ളൽ പോലത്തെ കാര്യങ്ങൾ, ഉറഞ്ഞു തുള്ളുന്ന കാര്യങ്ങളൊക്കെ അതൊന്നും ഉണ്ടാകാറില്ല പൂജയിൽ. പൂജയിൽ വെറുതെ നമ്മൾ ഒരു മൂർത്തിയെ സങ്കല്പിച്ച് ആവാഹിച്ച് പൂജ നടത്തി നിവേദ്യം കൊടുത്തിട്ട് അവർ പറഞ്ഞയക്കുന്നു. മന്ത്രവാദത്തിലാണെങ്കിൽ അത് ഒരു ബോധ്യപ്പെടുത്തലാണ് ഈ കവളമാർഗത്തിലുള്ളത്. നിങ്ങൾക്ക് എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു, ആ പ്രശ്നത്തിനെ ഞങ്ങൾ ഇത്രയും ഭയങ്കരമായ കാര്യങ്ങൾ ചെയ്തിട്ട് മാറ്റുകയാണ് എന്നുള്ള രീതിയിൽ ഒരു മന്ത്രവാദം.